ഷീന മെമ്പർ, ഇവിടെ എത്തിയിട്ടുള്ള നാട്ടുകാരെ, LMC കമ്മിറ്റി പ്രവർത്തകർ, രക്ഷിതാക്കളെ, പിഞ്ചുകുട്ടികളെ, ഇതുപോലെ അംഗനവാടി ടീച്ചേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ 9ാം വാർഡിലെ ചിലമ്പിലക്കൈ അംഗനവാടി സെന്റർ നമ്പർ 16 ചിലമ്പിലക്കൈ അംഗനവാടിയുടെ ഒരു ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരു അംഗനവാടി, നല്ലൊരു അംഗനവാടി എന്നുള്ളത് ഒരു നാട്ടുകാരുടെയും അതുപോലെ ടീച്ചർമാരുടെയും കുട്ടികളുടെയൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമാണ്. അംഗനവാടി നല്ല രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ അംഗനവാടി കൊണ്ടുവരാനും അതുപോലെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ നടത്താനും അവർക്ക് ആവശ്യമായ ആക്ടിവിറ്റികൾ ചെയ്യാനൊന്നും സൗകര്യങ്ങളില്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അവരുടെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ, അതുപോലെ അവർക്ക് ഭക്ഷണം കഴിഞ്ഞാൽ ഒരു വിശ്രമമുണ്ട്, അതുപോലെ അവർ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം, അതിനൊക്കെ നല്ലൊരു സൗകര്യമുള്ള അംഗനവാടി എന്നുള്ളത് ഒരു നാട്ടിൽ നല്ലൊരു അംഗനവാടി എന്നുള്ളത് നാട്ടുകാരുടെയും നമ്മുടെ കമ്മിറ്റി പ്രവർത്തകർ അതേപോലെ രക്ഷിതാക്കൾ എല്ലാവർക്കും അത് നല്ലൊരു സൗകര്യമുള്ള അംഗനവാടി എന്നുള്ളത് ഒരു സ്വപ്നമാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ഈ ചിലമ്പിലൊക്കെ ഈ അംഗനവാടി ആ സ്വപ്നം സാക്ഷാത്കരിച്ച് ഇന്നതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. ഈ വേദിയിൽ ഈ ചടങ്ങ് ഇന്ന് നാടിന് സമർപ്പിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ടീച്ചർ, വൈസ് പ്രസിഡന്റ് ലത്തീഫ, അതുപോലെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീന ജിൽസ്, എന്നെ മുന്നിലിരിക്കുന്ന ഈ അംഗനവാടിയുടെ പ്രവർത്തനങ്ങൾക്ക് ആദ്യകാലം മുതൽ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഗംഗാധരേട്ടനടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ട സഹോദരിമാർ, അമ്മമാർ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിലമ്പലക്കൈ പ്രദേശത്ത് കുട്ടികളുടെ ബുദ്ധിയുടെയും അവരുടെ വളർച്ചയിലും നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു കേന്ദ്രമാണ് അംഗനവാടി. തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ ജനനം മുതൽ, അല്ലെങ്കിൽ കുട്ടി ഗർഭസ്ഥ ശിശുവായി മാറുന്നത് മുതൽ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും സദാസമയം ഇടപെട്ടുകൊണ്ട് അവർക്ക് പോഷകാഹാരങ്ങളായിക്കൊള്ളട്ടെ, അവർക്ക് പോളിയോ ആയിക്കൊള്ളട്ടെ, എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുന്നത് അംഗനവാടികൾ കേന്ദ്രീകരിച്ചാണ്. സമൂഹത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതൊരു ഈ മെമ്പർമാർക്കടക്കം എന്തെങ്കിലും ഒരു അഡ്രസ്സിൽ സംശയം തോന്നുമ്പോൾ നമ്മളടക്കം ബന്ധപ്പെടുന്നത് അംഗനവാടി ടീച്ചർമാരെയാണ്. അപ്പൊ അത്രയുള്ള സമൂഹത്തോട് അത്രയും അടുത്ത് ഇടപഴകി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അംഗനവാടി ടീച്ചർമാർ, അംഗനവാടി എന്ന് പറയുന്ന കേന്ദ്രം. അപ്പൊ തീർച്ചയായിട്ടും ഈ നാടിന്റെ ഒരു വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. നിങ്ങളുടെ മെമ്പർ എണ്ണി പറഞ്ഞു. അതുപോലെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അവ ഓരോന്നും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഏറ്റവും മഹത്തായ ഒരു ചടങ്ങ് PTV ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്തിന്റെ എടുത്തു കാണിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അന്ന് നടന്നത്. നമ്മുടെ നാട്ടിൽ സ്വന്തമായി വീടില്ലാത്ത, അടച്ചുറപ്പുള്ള വീടില്ലാത്ത 997 പേര്, അതായത് 1000 പേർക്ക് നമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുണ്ടാക്കി കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞതെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് ഭരണസമിതി കഴിയുന്നത്. ഓരോ വർഷത്തെയും പ്രവർത്തനങ്ങൾ നിങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അതിന്റെ പുറകിലുള്ള ഭരണസമിതിയുടെ കാലം കൂടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കണം. അതിന് മുമ്പിലുള്ള പീരീഡിൽ ആരംഭിച്ച കാലഘട്ടത്തിൽ 30 വീടുകളാണ് കൊടുത്തതെന്ന് അന്ന് സാക്ഷ്യം വഹിച്ചിരുന്ന 2 മെമ്പർമാരാണ് എൻ്റെ അടുക്കലിരിക്കുന്നത്, നമ്മുടെ വൈസ് പ്രസിഡന്റും ഷീന ജിൽസ്. അവർ പറഞ്ഞത് അന്നത്തെ ഭരണസമിതിക്ക് 30 വീടുകളെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, അതിനെ അവർക്ക് പറ്റുള്ളൂ. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയത് 997 വീടാണ്. തീർച്ചയായിട്ടും അത് ഈ ഭരണസമിതിയുടെ ഒരു വിജയം തന്നെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കേരളത്തെ ലോകസഭ ആർഷിച്ച ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തി. കേരളത്തില് അതിദരിദ്രരില്ല എന്ന പ്രഖ്യാപനം. നമ്മൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റിയത് കരുവാരക്കുണ്ടിൽ അതിദരിദ്രരില്ല എന്നുള്ളതാണ്. 48 പേരാണ് അതിദരിദ്രർ എന്ന ലിസ്റ്റിൽ കരുവാരക്കുണ്ടിൽ ഉണ്ടായിരുന്നത്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വേണ്ട കാര്യങ്ങൾ എന്താണോ അവർക്ക് വേണ്ടിയിരുന്നത്, വീട് വേണ്ടവർക്ക് വീടും, സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളും, മരുന്നിനുള്ള വകയും ഒക്കെ ചെയ്തു കൊടുത്ത് അതിദരിദ്രർ എന്ന ലിസ്റ്റിൽ നിന്ന് അവരെ ഒഴിവാക്കി നമ്മൾ സാധാരണ ലിസ്റ്റിലോട്ട് എത്തിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അങ്ങനെ എണ്ണി പ്രവൃത്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ നിങ്ങളുടെ ന്യൂ മെമ്പർ, പ്രിയപ്പെട്ട മെമ്പർ പറഞ്ഞു, നാളെ
37 ലക്ഷം രൂപ കൊടുത്ത് ഒരു കുടിവെള്ള പദ്ധതി ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായ പല വാർഡുകളിലും 1, 2, 3 കുടിവെള്ള പദ്ധതികൾ, കിണർ നിർമ്മിച്ചു, ടാങ്ക് നിർമ്മിച്ചു, വീടുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും നമ്മൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എണ്ണി പെറുക്കി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ പറഞ്ഞ് സമയം മെനക്കെടുത്തുന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിലയിരുത്താം ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ. ഈ വൈകിയ വേളയിൽ ഇവിടെ എത്തിയ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെയുള്ള പുഞ്ചിരികളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ ഭാഗമാക്കാൻ എനിക്കും കഴിഞ്ഞതിൽ ഞാനും അതീവ സന്തുഷ്ടയാണ്. നിങ്ങളോടുള്ള ഈ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് വളരെയധികം ബഹുമാനത്തോടുകൂടി, അതിലേറെ സന്തോഷത്തോടുകൂടി ബഹുമാനത്തോടുകൂടി തന്നെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിനകം 17ഓളം അംഗനവാടികൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം എൻ്റെ വാർഡിൽ തന്നെ 3 അംഗനവാടികളുള്ളത്. 2 അംഗനവാടികൾ പൂർത്തീകരിച്ചു. ഒരു അംഗനവാടിയുടെ വർക്ക് ഈ മാസം തുടങ്ങാൻ വെച്ചിരിക്കുക. അങ്ങനെ 3 അംഗനവാടി എൻ്റെ വാർഡിലത്തെ വർക്ക് പൂർത്തീകരിച്ചു. അങ്ങനെ ഓരോ വാർഡിലും അങ്ങനെ 17ഓളം വാർഡുകളിൽ ഇതേപോലെ തന്നെ അംഗനവാടികൾ നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 3 അംഗനവാടികൾ ഇതിനകം ഈ അംഗനവാടികളെ കൂടാതെ പുത്തനയിലും അതേപോലെ തന്നെ കുട്ടത്തിയിലും ടീച്ചർ വാർഡിലും 3 അംഗനവാടികൾ പുതുതായി നമ്മൾ നിർമ്മിച്ചു. അതിൽ ടീച്ചർ അംഗനവാടിയത്തെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം കഴിഞ്ഞു. 2ാമത്തെ അംഗനവാടി ഉദ്ഘാടനം ഇപ്പോൾ ഈ നടക്കുന്നത്. ഒരു അംഗനവാടി ഇനി പുത്തനയിലാണ് ഉള്ളത്. അതിന്റെ വർക്ക് മറ്റു മെമ്പർ ഷീന മെമ്പർ ലത്തീഫാക്ക, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളെ, രക്ഷിതാക്കളെ, കുട്ടികളെ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, ഇതിനിപ്പോൾ ഇനി നന്ദി പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ നല്ല അടിപൊളിയായിട്ട് അംഗൻവാടിൻ്റെ ബിൽഡിങ്ങും മുറ്റവും മതിലും ഒക്കെ ആയിട്ട് നമ്മുടെ സൂപ്പർവൈസർ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു അഭിലാഷമാണ് നല്ലൊരു സ്ഥാപനം ഉണ്ടാവുക എന്നുള്ളത്. രക്ഷിതാക്കൾക്ക് കുട്ടികളെ പറഞ്ഞേക്കാനും ഒക്കെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ഒരു സന്തോഷകരമായ നിമിഷമാവും. എന്തായാലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർക്ക് ഞാൻ എൻ്റെ പേരിലും ഈ അംഗൻവാടിയുടെ പേരിലും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട നൂമാൻ അവർക്ക് എൻ്റെ പേരിലും അംഗൻവാടിയുടെ പേരിലും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ലത്തീഫാക്ക വൈസ് പ്രസിഡന്റ്, ഷീന ജിൽസൺ മെമ്പർ, ICDS സൂപ്പർവൈസർ, എൻ്റെ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട നാട്ടുകാര്, കമ്മിറ്റി അംഗങ്ങൾ, ഗംഗാധരേട്ടൻ, സുധേട്ടനടക്കമുള്ള നമ്മുടെ ഈ അംഗൻവാടിയുടെ പൂർവ്വ കമ്മിറ്റി അംഗങ്ങളും ഇപ്പോഴും ഈ അംഗൻവാടിയുടെ എല്ലാ പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുന്ന നേതാക്കളടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട അമ്മമാര്, കുട്ടികൾ, AG കുട്ടികൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ ഔദ്യോഗിക ചടങ്ങുകൾ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.